عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, ഖുറൻജിയ ആഡ്ഗാല ഈ പ്രൗഢവേദിയിൽ എന്തുകൊണ്ടും മനുഷ്യ സമൂഹം അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് ഖുർആൻ മനുഷ്യകുലത്തിന് വഴികാട്ടി എന്ന കാലിക പ്രശസ്തമായ വിഷയം. 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലോകത്തിന് മാർഗനിർദ്ദേശമായി അവതരിച്ച അല്ലാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. അന്താഗരത്തിന്റെ ആയങ്ങളിൽ ജീവിച്ച അറേബ്യൻ സമുദായത്തിലേക്ക് അവതരിച്ച ഖുർആൻ സ്വഹാബത്തിലൂടെ ലോകത്തിന്റെ നാനാഭാഗത്തും വ്യാപിച്ചു. അന്നും ഇന്നും പകരം വെക്കാനില്ലാത്ത ഗ്രന്ഥവും അജയ്യവും അമാനുഷികവുമാണ് വിശുദ്ധ ഖുർആൻ. മാനവരാശിയുടെ മാർഗദർശനമാണ് ഖുർആനിന്റെ മുഖ്യ ലക്ഷ്യം. വിശുദ്ധ ഖുർആനിന്റെ മഹാത്മ്യവും പ്രാധാന്യവും വളരെ വിശദമായി ജർമ്മൻ മഹാകവി ജോഹാൻ ഗദെ രേഖപ്പെടുത്തുന്നു. അദ്ദേഹം പറയുന്നത്, ഖുർആൻ പഠിക്കാൻ തുനിഞ്ഞാൽ ഒരുപക്ഷെ ആദ്യം ഇഷ്ടക്കുറവ് തോന്നിയേക്കാം, ക്രമേണ അത് ആകർഷിക്കാൻ തുടങ്ങും, പിന്നീട് അമ്പരപ്പിക്കും, തുടർന്ന് നമ്മെ കീഴടക്കും. അതിന്റെ ശൈലിയും ഉള്ളടക്കവും വിട്ടുവീഴ്ചയില്ലാത്തതും ഉത്താദവുമാണെന്നാണ്. മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് മനഃശാന്തിയാണ്. ഖുർആൻ പഠനവും പാരായണവും അതിന്റെ പ്രയോഗവുമെല്ലാം മനുഷ്യ മനസ്സുകളിലേക്ക് ശാന്തിയും സമാധാനവും നൽകുമെന്നാണ് ഖുർആൻ പറയുന്നത്. സത്യവിശ്വാസം സ്വീകരിക്കുകയും ദൈവസ്മരണയാൽ മനസ്സുകൾ ശാന്തമാവുകയും ചെയ്യുന്നവരാണവർ. അറിയുക, ദൈവസ്മരണ കൊണ്ട് മാത്രമാണ് മനസ്സുകൾക്ക് ശാന്തത ലഭിക്കുന്നത്. ഖുർആനിനെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുള്ളത് രോഗങ്ങളുടെ ഔഷധമാണതെന്ന്. ഖുർആനിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതിന്റെ തണലിൽ നിലകൊള്ളുകയും ചെയ്യുന്നവർക്ക് മനസ്സമാധാനം ലഭിക്കുകയും അതിലൂടെ അവരുടെ മാനസികവും ശാരീരികവുമായ രോഗങ്ങൾക്ക് ഖുർആൻ ശമനമാവുകയും ചെയ്യുന്നു. മക്ക കുഫാറുകളുടെ അന്താകരവും അന്ധവിശ്വാസവും നിറഞ്ഞ ജീവിതത്തിലേക്ക് ഖുർആനിന്റെ വെള്ളി വെളിച്ചം എത്തിയപ്പോൾ അവരുടെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പെൺകുട്ടി ജനിച്ചാൽ അപമാനഭാരം പേറി ജീവനോടെ കുഴിച്ചിടുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് ജീവിക്കാനുള്ള അവകാശവും സ്വത്തവകാശവും വകവെച്ച് കൊടുക്കുന്നത് ഖുർആനിന്റെ വഴിയിലൂടെയാണ്. നോക്കൂ, ഖുർആനിന്റെ ആദ്യ അധ്യായം തന്നെ ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മനുഷ്യനെ പ്രേരിപ്പിക്കുകയാണ്, അറിവ് നേടാൻ സന്നദ്ധരാക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. അതിലൂടെ ധാർമ്മികപരമായ ജീവിതം നയിക്കാനും നന്മ തിന്മകൾ വേർതിരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം ഉണ്ടായതോടെ നിഷ്കർഷിക്കുന്ന മൂല്യധിഷ്ഠിത ജീവിതത്തിന്റെ ഏറ്റവും അനുകരണീയമായ മാതൃക അവതരിക്കപ്പെടുകയായിരുന്നു. ഒരു വ്യക്തിയുടെ ചരിത്രാംശങ്ങൾ അവതരിപ്പിക്കുക മാത്രമായിരുന്നില്ല, പ്രവാചകരുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അനാവരണം ചെയ്യുന്നതിലൂടെ ഖുർആൻ ചെയ്തിരുന്നത്. മറിച്ച് മതങ്ങളുടെ പൗരത്വൻ ഖുർആനിനെ വ്യക്തമായി മനസ്സിലാക്കുകയും ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്തുകൊണ്ട് ഈ ലോകത്തിന്റെ നന്മയിലൂടെ സഞ്ചരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ദുആ വസിയത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.